ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസിംഗ് കുക്കിംഗ്. ഞാൻ മഞ്ജുശ്രീ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കറി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. വെറും 2 മിനിറ്റ് മാത്രം സമയം തരാം. പെട്ടെന്ന് ഒരു നല്ല ടേസ്റ്റുള്ള ചൈനീസ് സ്റ്റൈലുള്ള ഒരു കറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണെങ്കിലും ഒന്ന് പകച്ചു പോവില്ലേ? അങ്ങനെ ചില അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാനിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം. അതേപോലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ ചപ്പാത്തിക്ക് കറിയായിട്ട് ഇത് കൊടുത്തയക്കാം. അപ്പോൾ വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിനായിട്ട് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. ഒരു മീഡിയം ടൊമാറ്റോ ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതേപോലെ ഒരു മീഡിയം ക്യാപ്സിക്കം, 3-4 വെളുത്തുള്ളി, ഒരു മീഡിയം സവോള. പിന്നെ വേണ്ട സോസുകൾ ടൊമാറ്റോ സോസ്, കുക്കിംഗ് ഓയിൽ, റെഡ് ചില്ലി സോസ്, ഉപ്പ്. ഇത്രയും സാധനങ്ങൾ മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഞാനിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു ഹൈയിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ കറി ഉണ്ടാക്കി തീരുന്ന സമയം വരെ നമുക്ക് 2 മിനിറ്റ് സമയം മതി. ആ സമയം വരെ നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഞാൻ കുക്കിംഗ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കോക്കനട്ട് ഓയിലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചൈനീസ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ അതിന് സ്വാദിന് ഡിഫറൻസ് ഉണ്ടാവും. ആ ചൂടായ എണ്ണയിലേക്കാണ് പിന്നെ ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തത്. ഇനി ആ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു സ്മെൽ വരണം. ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ച് ആവാൻ തുടങ്ങുന്ന സമയത്താണ് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങി. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം, ടൊമാറ്റോ, സവോള എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസൊക്കെ ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ചൈനീസ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എല്ലാം സ്ക്വയർ ഷേപ്പിലാണ് അവർ അരിഞ്ഞ് വെക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഈ സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇപ്പോഴും എൻ്റെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈ തന്നെയാണ്. അതൊരിക്കലും കുറച്ച് വെക്കരുത്. കുറച്ച് വെച്ചാൽ വല്ലാതെ അങ്ങ് വാടിപ്പോയിട്ട് ഇത് വെജിറ്റബിൾസിൻ്റെ ഒക്കെ കളറൊക്കെ അങ്ങ് മങ്ങിപ്പോവും. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വെജിറ്റബിൾസിൻ്റെ കളറൊന്നും പെട്ടെന്ന് മങ്ങിപ്പോവില്ല. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് 1 മിനിറ്റ് സമയമായി ഞാൻ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഗ്യാസ് ഇപ്പോഴും ഹൈ ഫ്ലെയിമിലാണുള്ളത്. വെജിറ്റബിൾസിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് അതൊന്ന് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വെന്ത് അടിഞ്ഞിട്ടില്ല. അതേപോലെ വെജിറ്റബിൾസിൻ്റെ കളറൊന്നും ഫെയ്ഡായിട്ടില്ല. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ നമ്മുടെ സോസുകൾ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് അല്ലേ എടുത്ത് വെച്ചത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 3 ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റെഡ് ചില്ലി സോസിൻ്റെ നല്ല എരിവും മറ്റേ ടൊമാറ്റോ സോസിൻ്റെ മധുരവും ഒക്കെയും കൂടെ കൂടി ചേർന്ന് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ലഭിക്കുന്നത്. അപ്പോൾ വെറും 2 മിനിറ്റിനുള്ളിൽ വളരെ ടേസ്റ്റിയായ ഒരു കറി തയ്യാറാക്കിയെടുക്കാൻ ഈസി അല്ലേ? നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.